മലബാറിലെ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഗസറ്റും ഗസറ്റീറുകളും അടുക്കി വച്ചിരിക്കുന്ന അലമാരകൾ. മലബാറിൽ ഇംഗ്ലീഷുകാരുടെ പ്രധാന സങ്കേതമായിരുന്ന തലശ്ശേരിയിൽ ഫാക്ടറിയും കോട്ടയും സ്ഥാപിച്ചതും ധർമ്മടത്തെ വ്യാപാര കേന്ദ്രമാക്കാൻ ശ്രമിച്ചതുമൊക്കെ പറയുന്ന ചരിത്ര രേഖകളടക്കം ഈ കാണുന്ന അലമാരകളിൽ ഭദ്രം. തലശ്ശേരി സബ് കളക്ടർ ഓഫീസിനു പിന്നിലെ ചരിത്ര വിജ്ഞാനത്തിന്റെ ഭണ്ഡാരം. പറഞ്ഞു വന്നത് തലശ്ശേരിയിലെ റവന്യൂ റഫറൻസ് ലൈബ്രറിയെക്കുറിച്ചാണ്. ചരിത്രാന്വേഷികൾക്കും പഠിതാക്കൾക്കും കൗതുകമുണർത്തുന്ന ഗ്രന്ഥശേഖരത്തിന്റെ കലവറയാണിത്. 1730 ധർമ്മടത്ത് വ്യാപാര കുത്തക സ്ഥാപിക്കാൻ ഡച്ചുകാർ ശ്രമം നടത്തിയെങ്കിലും കോലത്തിരിയുടെ പ്രതിപുരുഷനായ ഉദയവർമ്മൻ 20,000 പണം വിലയുള്ള യുദ്ധസാമഗ്രികളും 30,000 പണവും സ്വീകരിച്ച് ഇംഗ്ലീഷുകാർക്ക് ധർമ്മടം കൈവശപ്പെടുത്താൻ അനുമതി നൽകി. ഇംഗ്ലീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലുള്ള ശ്രീരംഗപട്ടണം ഉടമ്പടി, പഴശ്ശി കലാപം, പഴശ്ശിരാജാവിന്റെ പടയാളികൾ ധർമ്മടത്തു നിന്നും ഇംഗ്ലീഷുകാരെ ആക്രമിച്ചത് തുടങ്ങിയ രേഖകൾ കൂട്ടത്തിൽ ചിലതുമാത്രം. അഞ്ചരക്കണ്ടിയിലെ ബ്രൗൺ സാഹിബിന്റെ ഭരണവും കറപ്പത്തോട്ടം സംബന്ധിച്ച വിവരങ്ങളും ഗ്രന്ഥശേഖരത്തിലുണ്ട്. 1700 മുതൽ സ്വാതന്ത്ര്യലബ്ധി വരെയുള്ള 2852 പുസ്തകങ്ങൾ, 237 കയ്യെഴുത്തു പതിപ്പുകൾ, 1881 മുതലുള്ള സെൻസസ് റിപ്പോർട്ടുകൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണകാലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മാനുവൽ, 1885 ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട്, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈനിക സേവനം നടത്തിയ സേനാംഗങ്ങൾക്ക് ലഭിച്ച മെഡലുകൾ എന്നിങ്ങനെ വിജ്ഞാനത്തിന്റെ ഭണ്ഡാരത്തിലെ അമൂല്യ നിധികൾക്ക് കയ്യും കണക്കുമില്ല. ഹിസ്റ്ററിയിലും PhD ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് കൂടുതലും, റിസർച്ച് സ്കോളേഴ്സ് ആണ് കൂടുതലായി യൂസ് ചെയ്യുന്നത്. പ്രധാനമായും മലബാർ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിലുള്ള പുസ്തകങ്ങളാണ് ലൈബ്രറിയിലുള്ളത്. അതുകൊണ്ട് തന്നെ മലബാർ റിലേറ്റഡ് ആയിട്ട് വിഷയങ്ങൾ പഠിക്കുന്ന റിസർച്ച് സ്കോളേഴ്സ് ആണ് കൂടുതലായിട്ട് ലൈബ്രറി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുടനീളമുള്ള ഹിസ്റ്ററിയിൽ PhD ചെയ്യുന്ന റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള പഠനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കളക്ഷനാണ് ലൈബ്രറിയിൽ കൂടുതലുള്ളത്. ഇവിടുത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെങ്കിൽ മലബാർ മദ്രാസ് പ്രസിഡൻസി ആ സമയത്തുള്ള ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻസിന്റെ ഒരു കളക്ഷനാണ് ഇവിടെ ഉള്ളത്. 1700 ഒരു ബുക്കുണ്ട്. അത് മുതൽ 1800 മുതലുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നവരുള്ള 1947 മുമ്പുള്ള ആ ഒരു പീരീഡിലുള്ള കളക്ഷനാണ് കൂടുതലുള്ളത്. അതായത് സ്വാതന്ത്ര്യ ശേഷം വളരെ കുറച്ചൊരു കളക്ഷൻ ഉണ്ട്. ചരിത്ര സ്മാരകങ്ങളുടെ വിശദ വിവരങ്ങൾ തുടങ്ങി കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഗവേഷകർക്ക് മലബാർ ബന്ധപ്പെട്ട വസ്തുതകൾ അറിയാൻ ഇങ്ങ് തലശ്ശേരിയിലെത്തിയാൽ മതിയാകും. ETV ഭാരത്, കണ്ണൂർ.